ഈവനിങ് വ്ലോഗ് കണ്ടാലോ. ഇന്ന് ഞങ്ങൾ കസിന്റെ വീട്ടിലേക്ക് പോവാൻ നിൽക്കാണ്. പുറത്ത് നല്ല മഴക്കാരൊക്കെ ഉണ്ട്. സോ നടക്കൂന്ന് അറിയില്ല, എന്നാലും നമുക്ക് റെഡി ആവാം. ഇതാണ് ഗൈസ് പുറത്തത്തെ ക്ലൈമറ്റ്. എപ്പം മഴ പെയ്യൂന്ന് അറിയില്ല. അപ്പൊ ഞങ്ങൾ റെഡി ആക്കാനായിട്ട് നമുക്ക് പോവാം. അപ്പൊ ഇക്കാക്ക ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. പൊന്നാച്ചും ഉണ്ടായിരുന്നു കൂടെ. പിന്നെ ഞങ്ങൾ ഇത്താത്താന്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ ഇത്താത്താന്റെ വീട്ടിലെത്തി. കയറിയപ്പോ തന്നെ എല്ലാരും കൂടി ഹാളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. എമിക്കിപ്പോൾ ഓണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓണത്തിന്റെ ഡ്രസ്സ് ഇട്ടിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കൈസ്വർക്ക് മിറർ കണ്ടിട്ടുള്ള സന്തോഷമാണ്. പിന്നെ നൂർജിത്താത്തയും കായ് ബേബിയും കൂടി വന്നു. പിന്നെ ഉമ്മ എല്ലാവർക്കും എന്തോ മിഠായൊക്കെ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. എമി ബേബിക്കുള്ള മിഠായൊക്കെ നീനുത്താത്ത കണ്ടെത്തുന്നത്. എമി ആദ്യമായിട്ടാണ് എന്റെ കയ്യിൽ ഇത്രയും പാവത്തിനെ പോലെ അടങ്ങിയിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും ഒരേപോലെ ഡ്രസ്സ് ഇടാൻ വേണ്ടിട്ട് മെറ്റീരിയൽ നോക്കായിരുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി ഇങ്ങോട്ട് വന്നത്. ഇത്രയും നേരം അടയും ചക്കരയും പോലെ നടന്ന ആൾക്കാരാട്ടോ. ആ കസേരയിൽ ഇരിക്കാൻ വേണ്ടി രണ്ടുപേരും തല്ലൊടിച്ചാൽ ലാസ്റ്റ് കരച്ചിലായി. കളി കാര്യായി. എനിക്ക് പൊന്നാച്ചന്റെ കരച്ചിലാണ്ട് ചിരി വരായിരുന്നു. എനിക്ക് കായ്ബേബിനെ കാണുമ്പോൾ നാണം വന്നിട്ട് തിരിച്ച് നീനുത്താതാന്റെ അടുത്തേക്ക് തന്നെ ഓടിപ്പോവായിരുന്നു. പിന്നെ നീനുത്താത നിർത്തും, പിന്നെയും നാണം വന്ന് തിരിച്ചു പോവും. ഇത് തന്നെയായിരുന്നു കളി. പിന്നെ ഇത്താത നമുക്ക് വേണ്ടി ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. ഇതാണ് ഗൈസ് കുടുംബത്തിലെ രണ്ട് ഫാഷൻ ഡിസൈനേഴ്സ്. ഫുഡ് കഴിച്ചതിനപ്പോഴത്തേക്കും പിള്ളേർക്കൊക്കെ വട്ടായി. ഫുള്ള് ഡാൻസ് ഒക്കെ ആയിട്ട് ഫുൾ ഓണായിരുന്നു എല്ലാരും. ഏത് പാട്ട് വെച്ചാലും നമ്മുടെ കായ് ബേബിക്ക് ആകെ ഒരു ഒറ്റ സ്റ്റെപ്പ് ഉള്ളൂ. ഡാൻസ് കളിക്കുന്ന കായനെ പോയി തൊട്ടു നോക്കലായിരുന്നു എമീന്റെ പണി. പിന്നെ എല്ലാരും ഒരുമിച്ചിരുന്ന് വട്ടത്തിലാ നൂക്കായിരുന്നു. എന്റെ പണ്ടത്തെ ഷോർട്സ് ഒക്കെ വെച്ചിട്ട്. അത് കഴിഞ്ഞപ്പോ നൂർജദാദ നൂക്കാൻ തുടങ്ങി. നൂർജദാദക്കും ചാനലുണ്ട് കേട്ടോ, ഇറ്റ്സ് മീ നൂർജഹാൻ. അതിൽ പിങ്ക് ഷർട്ടിട്ട് മുടി വളർത്തിട്ട് കളിക്കുന്നത് നബാച്ചുക്കാട്ടോ. നബാച്ചുക്കാന്റെ കളി കണ്ടിട്ട് എല്ലാരും ചിരിച്ചൊരു വഴിയായി. പിന്നെ ഓരോരുത്തരായിട്ട് ടാറ്റ പറഞ്ഞ് പോവാൻ തുടങ്ങി. അങ്ങനെ നൂർജിത്താത്തയും കായ് ബേബിയൊക്കെ പോയി. ഞങ്ങളും അതേ വീട്ടിലേക്ക് പോയി. ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.